നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലേ. വ്യത്യസ്തങ്ങളായ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇന്ന് സ്ക്രീനുകളിൽ കണ്ടു കാണും. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ വരുന്നത്. ആലക്കോട് നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് വന്നതാണ്. നിങ്ങളുടെ പേരെന്താ? അയൻമരിയ മോറാനിയാണ്. ആലക്കോട് മോറാനി സ്വദേശിനിയാണ് അല്ലേ? മോറാനിയ. അച്ഛൻ്റെ പേരെന്താ? ബാബു. അമ്മയുടെ പേര്? ഷാൻഡി. 3 മക്കളിൽ ഇളയവളാണ്. ഈ മുടി ഇങ്ങനെ വളർന്ന് വലുതായപ്പോൾ മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ മുറിച്ച മുടിയുമായിട്ടാണ് ക്ലാസ് മുറിയിലേക്ക് വന്നത്. എന്തിനായിരുന്നു ഇങ്ങനെ മുറിച്ചിട്ട് ഈ ക്ലാസ് മുറിയിലേക്ക് മുടിയായിട്ട് വന്നത്? ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ നീട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചൂടായി. ഞാൻ ഇങ്ങനെ മുറിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഇങ്ങനെ ക്യാൻസർ രോഗികൾക്കൊക്കെ കൊടുത്താലോ, ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ സ്കൂളിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തോ, കുഴപ്പമില്ല. സ്കൂൾ പുതിയ പുസ്തകങ്ങൾക്കൊപ്പം മുടിയുമായിട്ട് ഇങ്ങോട്ട് വന്നല്ലേ? 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അയൻമരിയ ബാബു. അവൾക്ക് താല്പര്യം ക്യാൻസർ പേഷ്യൻസിന് അവളുടെ മുടി മുറിച്ചു കൊടുക്കാൻ. മനോഹരമായ മുടിയായിരുന്നു. എന്നാൽ ആ കുഞ്ഞു മനസ്സിൽ ഇത്രയധികം ഒരു സമർപ്പണ ഭാവവും മറ്റുള്ളവരുടെ വേദനിക്കുന്നവരുടെ വേദന കണ്ണീരൊപ്പാനുള്ള കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ ഇപ്പോഴേ ഉള്ള ആ കരുണയും ആർദ്രതയുടെ ഭാവം നമുക്ക് ഭയങ്കരമായിട്ട് ടച്ചായി. അതുകൊണ്ട് കുട്ടി അവളുടെ മുടി മുറിച്ച് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് താല്പര്യപ്പെട്ടു. ഈ നല്ല മോഹനീയമായ ഈ ശുഭമുഹൂർത്തത്തിൽ, ഈ പ്രവേശനോത്സവ ദിനത്തിൽ അത് കൈമാറാൻ അവൾക്ക് സാധിച്ചു. ഞങ്ങൾ അതിനുള്ള ഒരു അവസരം ഒരുക്കി. ഉള്ള നന്ദിയുണ്ട് ഞങ്ങൾക്ക്. മോളല്ലേ? അതെ, അത് ആർക്കെങ്കിലും സൂക്ഷിച്ച് വെക്കാമെന്ന് അവൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു, ഇങ്ങനെ ആർക്കെങ്കിലും ഈ മുടിയൊക്കെ ഇല്ലാതെ വരുമല്ലോ, ക്യാൻസർ രോഗികൾക്കൊക്കെ മുടിയൊക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മുടിയെന്ന് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുന്നോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ആ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. സിസ്റ്ററിനോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ കൊടുത്താ. സ്കൂളിൽ എന്തായാലും ഈ മുടി ഇവിടെ കൊണ്ടുവന്നപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചു. ഇങ്ങനെ സംഗതി ഒരു മോള് മുടിയുമായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ആ മുടി ഞാൻ എന്തായാലും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ വിഗ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് പിന്നെ ആവശ്യമായ കുറച്ച് അവരുടെ കഴിയുന്ന സഹായമാണിത്. അപ്പം ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറായിട്ട് വരണം. എന്തായാലും ആലക്കോട് നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പലതവണ ഈ സ്കൂളിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. ആ വീഡിയോയുമായിട്ട് ഞാൻ വന്നതാണ്. എന്തായാലും ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയാണ്. കുട്ടികൾക്ക് ഏറെ സന്തോഷത്തോടു കൂടി ഈ ക്യാമ്പസ് കൂടി ഓടി നടക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതിവിടെ പ്രവേശനോത്സവം. ആലക്കോട് ഫെറോന വികാരി, അതുപോലെ തന്നെ കൊച്ചച്ഛൻ, വാർഡ് മെമ്പർ, പോലീസ് ഓഫീസർമാർ, ജനപ്രതിനിധികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടെ വന്നിട്ട് ബാൻഡ് മേളത്തിന് ശബ്ദമൊക്കെ കേൾക്കാം അല്ലേ. എന്തായാലും ഇന്ന് ഇവിടെ അടിപൊളി പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയിൽ അപ്പുറത്ത് ഏറ്റവും മഹത്തായ ഒരു കർത്തവ്യമാണ്, ഒരു കടമയാണ് ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. ഈ കൊച്ചുപിടിക്കയെ നമുക്ക് അഭിനന്ദിക്കാം. ഈ കാര്യം കൂടി, ഈ മുടി ആവശ്യമുള്ള ആളുകൾ ഒന്ന് എന്നെ ബന്ധപ്പെടണം. എൻ്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇത് അവർ കൃത്യമായ കരങ്ങളിലേക്ക് ഈ മുടി എത്തട്ടെ. ആവശ്യമായ ഒരു ക്യാൻസർ പേഷ്യൻ്റെങ്കിലും ഇവരുടെ ഈ മുടി കൊണ്ട് ഗുണകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേർന്നു കൊടുക്കുന്നു. ഗുഡ് ബൈ.